ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെന്താണെന്നറിയാമോ? ഇതാണ് നമ്മുടെ ചക്കപ്പൂഞ്ഞെന്ന് പറയും. അപ്പം നമ്മൾ ചക്ക വെട്ടുമ്പം അതിനകത്തിരിക്കുന്ന ഒരു ചക്കപ്പൂഞ്ഞ്, അതിന് നടുവിലായിട്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണിത്, ചക്കപ്പൂഞ്ഞ്. ഇത് ഞാൻ നല്ലവണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കും കേട്ടോ. അതിൻ്റെ കൂടെ ചക്കക്കുരു ഉണ്ട്, അതും ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞാണ്ട്. ഇതാണ് ചക്കപ്പൂഞ്ഞ്. അപ്പോൾ ഇത് നമുക്ക് ഇന്നൊരു തോരൻ വെക്കാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ചക്കപ്പൂഞ്ഞ് നന്നായിട്ട് ഞാൻ കൊത്തി അരിഞ്ഞെടുത്തേക്കും കേട്ടോ. നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് കഴുകണം കേട്ടോ. നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കണം, വെള്ളമില്ലാതെ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇത് പണ്ട് ഞങ്ങളുടെ വീട്ടിൽ എപ്പോൾ ചക്ക കിട്ടിയാലും ഉമ്മായും ഉമ്മച്ചാമ്മായും എല്ലാം ചെയ്തു തരുന്ന ഒരു തോരനാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ ചക്കപ്പൂഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതേപോലെ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കണം. ഒട്ടും വെള്ളമില്ലാതെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇത് ഒരു സ്പോഞ്ച് പോലുള്ള ഒരു ഇതാണ് ഈ ചക്കപ്പൂഞ്ഞ, ഒരു സ്പോഞ്ച് പോലെ ഇരിക്കും. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ചക്കക്കുരുവും നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിടുമ്പം ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടും. ഈ ചക്കക്കുരു ഇങ്ങനെ കടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചക്കക്കുരു അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടുന്ന അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അരപ്പിൽ എന്തൊക്കെയാണ് ചേർക്കണമെന്ന് വെച്ചാൽ തേങ്ങ, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകമല്ല ചേർക്കുന്നത് കേട്ടോ. നമ്മൾ ഗരം മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി, പിന്നെ വെളുത്തുള്ളി, ഉപ്പ്, കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ തോരനൊക്കെ ചതച്ച് വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടാകുമ്പം കടുവിട്ട് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിവേപ്പിലയ്ക്ക് അല്പം വെള്ളമായി ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് ഇങ്ങനെ പൊട്ടി തെറിച്ചത്. വറ്റൽമുളക് ഉള്ളവർക്ക് അതും ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പൂഞ്ഞ് അതിനകത്തോട്ട് ഇട്ടിട്ട് പിന്നെ അതിനകത്ത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ അതിനകത്താണ്. ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അരപ്പിനകത്താണ് ഒഴിച്ചേക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ കാണാഞ്ഞത്. അരപ്പും കൂടി ഇതിനകത്ത് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ലവണ്ണം അമർത്തി വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ചക്കക്കുരു ഉണ്ട്. അപ്പോൾ ചക്കക്കുരു വേവാൻ ഉള്ള സമയമെടുക്കും, അത്രയും സമയമെടുക്കും. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറുതീയിലിട്ട് വേവിച്ചെടുക്കണം. 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ പോയി നന്നായിട്ട് ഇളക്കി നോക്കുക. ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ തോരന്. നിങ്ങൾ ചക്കപ്പൂഞ്ഞുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്നിങ്ങനെ തോരൻ വെച്ച് നോക്കണം. ഒരു വട്ടം നിങ്ങൾക്ക് തോരൻ വെച്ച് നോക്കിയാൽ പിന്നെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ പിന്നെയും ഇത് വെച്ച് നോക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കിന്ന് ചോറ് കഴിക്കാം. അപ്പം ഒരു പാത്രം എടുത്ത് ചോറ് വിളമ്പി, ഞാൻ ചോറിൻ്റെ കായലും കൂടുതൽ തോരനാണ് കഴിക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ തോരൻ. അപ്പം ചക്കപ്പൂഞ്ഞ് തോരനും പിന്നെ കോവയ്ക്ക കേട്ടോ. അല്പം പഴുത്ത കോവയ്ക്കാണെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഒരുമാതിരി മെഴുക്കുരട്ടി പോലെ ചെയ്ത് കൊടുക്കുന്ന കൊച്ചുങ്ങൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് കോവയ്ക്ക മെഴുക്കുരട്ടിയും പിന്നെ നമ്മുടെ മീൻ മുളകിട്ട കറി. ഇവിടെ ഏറ്റവും കൂടുതലും ഇഷ്ടം മീൻ മുളകിടുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് കൂടുതലും ഞാൻ മീൻ മുളക് കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഇത് ഒട്ടും എരിവില്ലാത്ത മുളകാണ് കേട്ടോ, മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.